ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിനെതിരെ തുറന്നടിച്ച് DCC പ്രസിഡന്റ് CP മാത്യു. ഡീൻ മൂക്കാതെ പഴുത്ത നേതാവെന്നും MPയെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട്. MP എന്നാൽ മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുതെന്നും CP മാത്യു പറഞ്ഞു. MP ഒരുപാട് മൂക്കാതെ പഴുത്തു പോയതിൻ്റെ കുഴപ്പമാണ് MP അങ്ങനെ പറയേണ്ടി വന്നത്. MP കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളൊന്നുമില്ല, ഇടുക്കിയിലെ MP ആണ്. MPയുടെ പണി നോക്കിയാൽ മതി. സംഘടനാപരമായി DCC പ്രസിഡന്റുകളിൽ ചെയ്യാനുള്ള പണി എനിക്ക് അറിയാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റ് ജില്ലകളിലെ എല്ലാ MPമാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ സഹായിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായവും DCC പ്രസിഡന്റുകളിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഒരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ സഹായം ഉണ്ടായിട്ടില്ല. ഡീൻ കുര്യാക്കോസിനെതിരായ പരാമർശത്തിൽ DCC പ്രസിഡന്റിനെതിരെ ജില്ലയിലെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. CP മാത്യുവിനെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. രാഹുൽ വിജയനുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഈ തൊലിപ്പുറത്തെ വിമർശനമല്ല, ഇത്തിരി ആഴത്തിൽ തന്നെ എന്തായാലും DCC പ്രസിഡന്റ് തുറന്നടിച്ചിട്ടുണ്ട്. മൂക്കാതെ പഴുത്തെന്നും ഒപ്പം തന്നെ ഒരു ഗുണവുമില്ലെന്നും മെമ്പർ ഓഫ് പഞ്ചായത്ത് ആവരുതെന്നൊക്കെ പറഞ്ഞ് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശനമുള്ളത്, അല്ലേ? അനുപ, ഈ വിമർശനത്തിൽ എന്തായാലും DCC പ്രസിഡന്റ് ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള മറ്റ് പല നേതാക്കളും DCC പ്രസിഡന്റിന്റെ ഇന്നത്തെ ഈ പ്രസ്താവനയോട് രൂക്ഷമായിട്ട് തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് ഓരോ ദിവസവും ഓരോ നേതാക്കളെ പരസ്യമായി ആക്ഷേപിക്കുന്നു എന്ന് DCC ജനറൽ സെക്രട്ടറി അരുൺ പൊടിപാറ പറഞ്ഞിട്ടുണ്ട്. CP മാത്യു ഇരിക്കുന്ന കമ്മിറ്റിയിൽ ഇരിക്കാൻ പോലും തോന്നുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനമുണ്ട്. മാത്രമല്ല, ഡീൻ കുര്യാക്കോസിന്റെ സംഘടനാ പ്രവർത്തന പാരമ്പര്യം വിശദീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ബിജോ മാണി DCC ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ DCC പ്രസിഡന്റ് വിമർശനം അനവസരത്തിലായിരുന്നു എന്നുള്ളതാണ് പൊതുവിൽ ഉയരുന്ന അഭിപ്രായം. എന്തായാലും VD സതീശനെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ DCC ഈ പ്രവർത്തകർക്കെതിരെ DCC പ്രസിഡന്റ് നടപടിയെടുത്തിരുന്നു. അതിനെതിരെ രൂക്ഷ വിമർശനം ഡീൻ കുര്യാക്കോസ് ഉന്നയിച്ചിരുന്നു. അതിലാണ് ഇന്നിപ്പോൾ CP മാത്യു ഇത്ര രൂക്ഷമായി ഡീൻ കുര്യാക്കോസ് MPയെ വിമർശിച്ചത്. ഡീൻ കുര്യാക്കോസിനെതിരായ പരാമർശത്തിൽ DCC പ്രസിഡന്റിനെതിരെ എന്തായാലും ജില്ലയിലെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.